എന്നാണ് അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ബലിവസ്തു ചന്തയിൽ നിന്ന് വാങ്ങിക്കൊള്ളണം. അപ്പം ഞാൻ ചോദിച്ചു, ഈശോയെ അതെവിടെ പോയി വാങ്ങിക്കും? ഈശോ പറഞ്ഞു, മോളെ ഇങ്ങ് പോരുന്ന വഴിക്ക് തീരുമാനിച്ചോളണം എന്താ ബലിയർപ്പിക്കേണ്ടതെന്ന്. എന്തെല്ലാം കാര്യങ്ങൾ ഓർത്തോണ്ടാണ് ഇങ്ങോട്ട് പോരുന്നത്. അത്യുന്നതനായ ജീവിക്കുന്ന ദൈവത്തിന് ബലിയർപ്പിക്കാൻ പോരുമ്പോൾ എന്തൊക്കെ ഓർത്തോണ്ടാണ് പോരുന്നത്, എന്തൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടാണ് പോരുന്നത്. ഇതൊന്നും അല്ല വേണ്ടത്. ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ പിതാവേ ഈ ബലി സ്വീകരിക്കണമേ എന്ന അഭ്യർത്ഥനയുമായിട്ട് നിലവിളിച്ച് പരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നീ ചെല്ലുമ്പോൾ പോകുന്ന വഴിക്ക് തീരുമാനിച്ചു കൊള്ളണം ഇന്ന് എന്താണ് ബലി അർപ്പിക്കാനുള്ളതെന്ന്. ഇനി അതും പറ്റിയില്ലെന്ന് കരുതുക. പോകുന്ന വഴിക്ക് കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ബഹളമായിരുന്നു, അതുകൊണ്ട് വേണ്ടത്ര ചിന്തിച്ച് ശ്രദ്ധിച്ചൊന്നും തീരുമാനിക്കാൻ പറ്റിയില്ല. പെട്ടെന്നാണ് അറിഞ്ഞത് ഇപ്പോൾ ഒരു ബലിയുണ്ടെന്ന്, ഇപ്പോൾ തന്നെ ബലിയാണെന്ന് അവിടെ തന്നെ ഉണ്ടെന്ന് അറിയുക. അങ്ങനെയാണെങ്കിൽ ബലിവസ്തു ദേവാലയത്തിൻ്റെ മുറ്റത്ത് നിന്ന് വാങ്ങിക്കൊള്ളണം. പള്ളിയുടെ മുറ്റത്ത് നിന്ന് തീരുമാനിച്ചു കൊള്ളണം ഇന്ന് എന്താണ് ബലി അർപ്പിക്കാനുള്ളതെന്ന്. എന്നിട്ട് കാലിൽ നിന്ന് ചെരുപ്പ് ഊരുന്നതിന് മുമ്പ് കാഴ്ചവസ്തു കയ്യിലെടുത്തിരിക്കണം. ഏറ്റവും അവസാനത്തെ പ്രവൃത്തിയാണ് കാലിൽ നിന്ന് ചെരുപ്പ് ഊരുന്നത്. അതിനു മുൻപ് കാഴ്ചവസ്തു കയ്യിലെടുത്തിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ പള്ളിക്കകത്തേക്ക് നീ പ്രവേശിക്കുക. അപ്പം അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നീ മനസ്സിലാക്കിയിരിക്കുക. അത് കഴിഞ്ഞ് ബലി അർപ്പിക്കാൻ വേണ്ടി വരിക. എന്നാൽ ദേവാലയത്തിൻ്റെ വാതിക്കലേക്ക് വരുമ്പോൾ ബലിവസ്തുക്കളും ഒക്കെ ആയിട്ടാണല്ലോ മോള് ബലി അർപ്പിക്കാൻ വരുന്നത്. എല്ലാം നേരത്തെ തന്നെ എല്ലാം എടുത്ത് ഒരുക്കിയൊക്കെ വെച്ചു, തലേ ദിവസം തന്നെ ഒരുക്കി വെച്ചു. അങ്ങനെ വരുമ്പോൾ അത് അങ്ങനെ തന്നെ കൊണ്ട് ദൈവത്തിന് കൊടുക്കുന്നു. കൊണ്ടേ കൊടുക്കുന്ന സമയം മുതൽ പ്രാർത്ഥന തുടങ്ങും, പിതാവേ ഈ ബലി സ്വീകരിക്കണമേ എന്ന്. കാഴ്ചവസ്തുക്കളെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് വരുന്നത്. പക്ഷെ എൻ്റെ മോളെ നീ ബലി അർപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ കുർബാന തുടങ്ങിയ തീരുന്നവരെ ആട്ടുംകുഞ്ഞിനെ വെട്ടിക്കൊണ്ടിരിക്കുക. അത് കുർബാനയല്ല, അതല്ല ബലി. വിശുദ്ധ കുർബാനയുടെ ഓരോ സമയത്തിനും പ്രാധാന്യമുണ്ട്. അതിന് ഓരോന്നിനും ഓരോ സമയമുണ്ട് കുർബാനയ്ക്ക്. അല്ലാതെ മുഴുവൻ സമയവും സമർപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല. നീ ഇനി അങ്ങനെ ചെയ്യരുത്. അപ്പം ഞാൻ അങ്ങനെയായിരുന്നു. വന്നു കഴിഞ്ഞാൽ കുർബാന തുടങ്ങുമ്പോൾ തൊട്ട് സമർപ്പിക്കാൻ തുടങ്ങിയ കുർബാന സ്വീകരിക്കാൻ പോകുമ്പോഴും ഞാൻ സമർപ്പിക്കും. കാരണം എപ്പോഴാണ് ദൈവം സ്വീകരിക്കുമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഈശോ പറയുക, അങ്ങനെ കുർബാന തുടങ്ങിയ തീരുന്നവരെ ആട്ടുംകുഞ്ഞിനെ വെട്ടി അറിഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല വിശുദ്ധ കുർബാന. അതിനോരോ സമയമുണ്ട്. ആട്ടിൻകുഞ്ഞിനെ വളർത്തുന്ന ഒരു സമയം, അതിനെ വളർത്തുന്ന ഒരു സമയമുണ്ട്. അതിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയം, ആട്ടിൻകുഞ്ഞിനെ ശുദ്ധീകരിക്കുന്ന ഒരു സമയം, അതിൻ്റെ കൈകാലുകൾ ബന്ധിക്കുന്ന ഒരു സമയം, അതിനെ ബലിപീഠത്തിൽ കിടത്തുന്ന ഒരു സമയം, അതിനെ കൊല്ലുന്ന ഒരു സമയം, അതിൻ്റെ മോശം ഭാഗങ്ങൾ കത്തിച്ചു കളയുന്ന ഒരു സമയം, ശ്രേഷ്ഠ ഭാഗമായ ഹൃദയവും കരളും മാംസവും എല്ലാം ബലിപീഠത്തിൽ വെക്കുന്ന ഒരു സമയം, അതിനെ രക്തപാത്രത്തിൽ ശേഖരിക്കുന്ന ഒരു സമയം, ആ രക്തം തളിക്കുന്ന ഒരു സമയം, നിന്റെ പങ്ക് നിനക്ക് തന്നു വിടുന്ന ഒരു സമയം. അല്ലാതെ ഇതെല്ലാം കൂടെ ഒരു സമയത്തല്ല നടക്കുക. ഇത്രയും കാര്യങ്ങൾക്ക് അത് ഓരോ സമയത്തിനും പ്രാധാന്യമുണ്ട്. ഒന്നിനേക്കാളും മോശമല്ല. അതുകൊണ്ട് എല്ലാ സമയവും തുല്യ പ്രാധാന്യത്തോടു കൂടി വേണം അവിടെ നിൽക്കാൻ. ഇനി സാധനമൊക്കെ എടുത്തു, എല്ലാ കാര്യങ്ങളും കാഴ്ചവസ്തുക്കളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ കൊണ്ടു തരുമ്പോൾ നീ കൊണ്ടുതന്ന നിൻ്റെ പങ്കാണ് നിനക്ക് തന്നു വിടുക. നീ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നല്ലോ, അപ്പോൾ അതിനെ ബലി അർപ്പിച്ചിട്ട് നിൻ്റെ പങ്ക് നിനക്ക് തന്നു വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കാഴ്ചവസ്തു നിനക്ക് ബലി അർപ്പിക്കാനായിട്ട് ഒരു കാഴ്ചവസ്തു ഇല്ലെങ്കിൽ വെറുതെ എന്തിനാ ബലി അർപ്പിക്കാൻ പോരുന്നേ? അപ്പോൾ എല്ലാവരും ബലി അർപ്പിക്കുന്നത് കാണാൻ എന്തിനാ വരുന്നത്? നിനക്കൊന്നും തരാനില്ലെങ്കിൽ നീ കൊണ്ടുവന്ന് തന്ന് ഞാനത് ബലി അർപ്പിച്ച് നിൻ്റെ പങ്ക് നിനക്ക് തന്നു വിടുമ്പോൾ നിൻ്റെ പങ്ക് നീ സ്വീകരിച്ചുകൊണ്ട് പോകണം. നിൻ്റെ പങ്ക് അച്ഛന് കൊടുത്തിട്ട് പോകുമൊന്നും വേണ്ട, അതിവിടെ വേറെ ആർക്കും കൊടുത്തിട്ട് പോകണ്ട. നിൻ്റെ പങ്ക് നീ എടുത്തുകൊണ്ട് തന്നെ പോകണം. നിൻ്റെ പങ്കേ നിനക്ക് തരികയുള്ളൂ. നീ വേറെ കുറേ പേരെ ബലിയർപ്പിക്കാൻ കൊണ്ടുവന്നിട്ടില്ലേ, അതിൻ്റെ ഒന്നും പങ്ക് നിൻ്റെ തന്നു വിടുകയില്ല. അവരുടെയൊക്കെ ഉടമസ്ഥനെ തേടി ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം. നശിച്ചു പോകുന്ന ഓരോ ആത്മാവും ഈശോയുടെ കുരിശാണെന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക. ഈ കുരിശെടുക്കാൻ നീ എന്നെ ഒന്ന് സഹായിച്ചാൽ മതി. ശിമയോനെ പോലെ ആ കുരിശെടുത്ത് ഇവിടം വരെ എത്തിച്ചാൽ മതി, ഞാൻ തന്നെ ബലിയായിക്കൊള്ളാം. അങ്ങനെ കാഴ്ചവസ്തുക്കളൊക്കെ എടുത്തു, എല്ലാമായി ഞാൻ പറഞ്ഞതുപോലെ എല്ലാം കാഴ്ചവസ്തുക്കളൊക്കെ ഒരുക്കി എടുത്ത് നീ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെയുണ്ട്. ബലിവസ്തു കൊണ്ടുവരുമ്പം ബലി അർപ്പിക്കുന്നത് എവിടെയാ? ബലി അർപ്പിക്കാൻ ഒരു ബലിപീഠം വേണ്ടേ? ബലിപീഠം ഇല്ലാതെ എങ്ങനെ ബലിയർപ്പിക്കും? പലപ്പോഴും നീ ബലിയർപ്പിക്കുന്നത് തറയല, നിലത്താ ബലിയർപ്പിക്കുന്നത്. ചിലപ്പോൾ ചിലർക്ക് ബലിയർപ്പിക്കാനുള്ള സ്ഥലം പോലും ഇല്ല. വേണ്ട, ബലിയർപ്പിക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു കുഴി കുത്താൻ പോലും അറിയത്തില്ല. ഒരു കല്ല് പോലും ഇല്ല ബലിപീഠം പണിയാൻ, മണ്ണുമില്ല, പണിയാനും അറിയത്തില്ല, സഹായിക്കാനും ആരെയും കൂട്ടുകയില്ല. അങ്ങനെ ബലിപീഠമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ എങ്ങനെയാണ് ബലിയർപ്പിക്കുക? 3 ബലിപീഠം പണിതിട്ടാണ് ബലിയർപ്പണം നടക്കുകയുള്ളൂ.
അതുകൊണ്ട് കാഴ്ചവസ്തു എടുത്തു വെക്കുന്നതിന് മുമ്പ് ബലിപീഠത്തെക്കുറിച്ചുള്ള ചിന്ത നിൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം. കാരണം കാഴ്ചവസ്തു ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് ബലിപീഠം പണിയാനുള്ള കല്ലെങ്കിലും അവിടെ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ചെല്ലുമ്പം കല്ല് പെറുക്കി കൂട്ടി വെച്ചാൽ മതി. ഇതൊന്നുമില്ലാത്ത നീ വെറുതെ കാഴ്ചവസ്തു എടുത്തിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ബലിപീഠത്തിൻ്റെ ശ്രദ്ധ ആദ്യം ഉണ്ടാവുകയും ദൈവത്തോട് നീ പറയുകയും ചെയ്യണം. ആദ്യം അതുകൊണ്ട് ചിന്തിക്കേണ്ടത് ബലി അർപ്പിക്കണം എന്നുള്ള ചിന്ത മനസ്സിൽ വരുമ്പോൾ ബലിവസ്തുക്കൾ എടുത്തൊരുക്കുന്നതിന് മുമ്പ് ആദ്യം പറയണം, കർത്താവേ, എനിക്കൊരു ബലി അർപ്പിക്കാനുണ്ട്, ഒന്ന് ബലി അർപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് പിതാവേ. സ്വർഗസ്ഥനായ പിതാവേ, ബലി അർപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാനൊരു ബലി അർപ്പിക്കട്ടെ. എനിക്ക് ഒരർഹതയും ഒരു യോഗ്യതയില്ല നിൻ്റെ മുമ്പിൽ വന്ന് ബലി അർപ്പിക്കാൻ. എന്നാൽ എനിക്കൊരാഗ്രഹമുണ്ട്, ഞാനൊരു ബലി അർപ്പിച്ചോട്ടെ, നാളെ ഞാനൊരു ബലി അർപ്പിച്ചോട്ടെ എന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നിൻ്റെ വാക്ക് കേൾക്കാനിരിക്കുക കരുണയോടുകൂടി. എന്തെല്ലാം കുറവുണ്ടേലും അവിടത്തേക്ക് അത് സ്വീകാര്യമാണ്. അതുകൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവം ഒന്ന് അറിയണ്ടേ നീ ബലി അർപ്പിക്കാൻ വരുന്നുണ്ടെന്നുള്ള കാര്യം. എത്രയോ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ പോലും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ നേരത്തെ ഫോൺ ചെയ്ത് നീ വിവരമൊക്കെ അറിയിക്കോളെ, ഞാനങ്ങ് വരുന്നുണ്ട്. നിസ്സാര കാര്യമാണെങ്കിൽ പോലും വന്നാൽ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ പിതാവായ ദൈവം സ്വീകരിക്കേണ്ട ബലിയാണിത്. അതിനെക്കുറിച്ച് നേരത്തെ ഒരറിവ് ദൈവത്തിനോട് പറഞ്ഞു കൊടുക്കണ്ടേ? പിതാവേ, ഞാൻ വരുന്നുണ്ട് ഒരു ബലി അർപ്പിക്കാൻ, ഞാനൊരു ബലി അർപ്പിക്കാൻ വന്നോട്ടെ എന്നൊന്ന് ചോദിക്കുമ്പോൾ ദൈവം നിന്നെ അനുവദിക്കും. നീ ഏതവസ്ഥയിലാണെങ്കിലും ദൈവം നിന്നെ ബലി അർപ്പിക്കാൻ അനുവദിക്കും. അപ്പോൾ സ്വർഗത്തിൽ ഒരു ബലിപീഠം പണിതു. ദൈവവുമായി അനുരഞ്ജനപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ ഒരു ബലിപീഠം പണിതു. ദൈവത്തോട് നിനക്ക് ദേഷ്യം പിണക്കമൊന്നുമില്ല. നിൻ്റെ ജീവിതത്തിലെ സഹനങ്ങളൊക്കെ ദൈവം നൽകിയാന്ന് കരുതി നീ സ്വീകരിച്ചു. ദൈവത്തോട് ദേഷ്യമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ വീണ്ടും ദൈവത്തിൻ്റെ അടുത്തേക്ക് ബലിയർപ്പിക്കാൻ ചെല്ലുന്നത്. അപ്പോൾ ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെട്ടപ്പോൾ സ്വർഗത്തിലൊരു ബലിപീഠം പണിതു. ഇനി വീണ്ടും നിനക്ക് മനുഷ്യരുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളാണ്. മനുഷ്യനായ ഈശോയോടാണ് നിനക്ക് ആ പ്രശ്നങ്ങളെല്ലാം. അപ്പോൾ കാരണം ഈ ചെറിയവരിൽ ഒരുവനും ചെയ്തു കൊടുത്തപ്പോൾ നീ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നീ ദ്രോഹിച്ച കാര്യം സ്നേഹിച്ച കാര്യം എല്ലാം അങ്ങനെ തന്നെയായി. നീ ഈ പാവപ്പെട്ട ഒരു മനുഷ്യനെ സ്നേഹിച്ചപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്, ദ്രോഹിച്ചപ്പോഴും എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന വരുന്ന ഒരാളെ വീണ്ടും വിളിച്ച് നീ ഭക്ഷണം കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് എനിക്ക് തന്നതാകുന്നത്? അതെനിക്ക് തന്നതല്ല, അത് നീ നിനക്ക് അവരിൽ നിന്ന് എന്തോ കാര്യം സാധിക്കാനുള്ളത് കൊണ്ട് അവരെ സ്നേഹിക്കാൻ വേണ്ടി നിങ്ങൾ തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങളാണ് അതൊക്കെ. എനിക്ക് കിട്ടിയില്ല. എനിക്ക് കിട്ടണമെങ്കിൽ വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ അതെനിക്ക് തന്നതാണ്. ദാഹിച്ചിരിക്കുന്ന ഒരാളെ വിളിച്ച് നീ ഒരല്പം വെള്ളം വാങ്ങിച്ചു കൊടുത്താൽ അതെനിക്ക് തന്നതാണ്. ഇതുപോലെ അർഹതയുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തന്നെ തന്നതാണ്. വേദനിപ്പിച്ചപ്പോഴും എനിക്ക് തന്നെ തന്നിരിക്കുക നീ. അതുകൊണ്ട് മനുഷ്യരുമായിട്ട് രമ്യതപ്പെടാനുണ്ടോ എന്ന് ആലോചിക്കുക. എന്നിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരുമായിട്ട് രമ്യതപ്പെടുക. ഇന്നലെ വരെയും ഒന്ന് ചിരിക്കാൻ പോലും നിനക്ക് പറ്റിയിട്ടില്ലെങ്കിലും ഇന്ന് ഒന്ന് ചിരിക്കാൻ ശ്രമിക്കണം. അത്രയെങ്കിലും പറ്റണം. ഇന്നലെ വരെ സംസാരിച്ചിരുന്നില്ല, ഇന്നൊന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. കുറഞ്ഞത് ആഗ്രഹിക്കുകയെങ്കിലും ചെയ്യുക. ഒരു തരിയെങ്കിലും ബലിപീഠത്തിന് വേണ്ടി സമ്പാദിക്കണം, ഒരു മണൽത്തരിയെങ്കിലും. ഇന്നലെ പണിത ബലിപീഠത്തെ ഇന്നുകൊണ്ട് ബലി അർപ്പിക്കണ്ട. ഇന്ന് വേറെ ബലിപീഠം പണിയേണ്ടത്. ഇന്നലെ പണിതത്തിലല്ല, ഇന്നും അല്പമെങ്കിലും എന്തെങ്കിലും നിനക്ക് പണിയാനുണ്ടാവണം. അങ്ങനെ ഈശോയുമായിട്ട് മനുഷ്യരുമായിട്ടെല്ലാം നീ രമ്യതപ്പെടുമ്പോൾ ഈശോയുമായി രമ്യതപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഭൂമിയിൽ ഒരു ബലിപീഠം പണിതു. ഭൂമിയിൽ ബലിപീഠം പണിതു നീ. ഇനിയും പരിശുദ്ധാത്മാവ് നിൻ്റെ ഹൃദയത്തിലാണ്. സകല അശുദ്ധിയും അതിനകത്തായിരിക്കുന്നത്. അതുകൊണ്ട് പോയി കുമ്പസാരിക്കുമ്പോൾ എല്ലാ പാപങ്ങളും ഏറ്റുപറയുക. ആത്മാർത്ഥമായി കണ്ണുനീരോടുകൂടി ഏറ്റുപറയുക, അനുതപിച്ച് ഏറ്റുപറയുക. അപ്പോൾ നിൻ്റെ ഹൃദയം ശുദ്ധമാകും.